Today we will discuss the topic conductors. Conductors means any substance which allows the passage of current can be called by the name conductors. ആരാണോ കറണ്ടിനെ കടത്തിവിടുന്നത് അവരെയാണ് കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. കണ്ടക്ടേഴ്സ് ആർ ഓഫ് ടു ടൈപ്സ്. കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. മെറ്റാലിക് ഓർ ഇലക്ട്രോണിക് കണ്ടക്ടേഴ്സ്. സെക്കൻഡ് വൺ ഇലക്ട്രോലൈറ്റിക് ഓർ അയോണിക് കണ്ടക്ടേഴ്സ്. കണ്ടക്ടേഴ്സ് രണ്ട് തരം, ഇലക്ട്രോണിക് അല്ലെങ്കിൽ മെറ്റാലിക്, രണ്ടാമത്തത് ഇലക്ട്രോലൈറ്റിക് ഓർ അയോണിക് എന്ന് പറയും. ഇവ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസമാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. ഇലക്ട്രോണിക് അല്ലെങ്കിൽ മെറ്റാലിക് കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ they involves the direct flow of electrons. Second one, not accompanied by a chemical change. Third one, there is no transference of matter during the conduction procedure and decreases with increase in temperature. ഇലക്ട്രോലൈറ്റിക് അല്ലെങ്കിൽ അയോണിക് കണ്ടക്ടേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ they involves or takes place due to the migration of ions. രണ്ട്, accompanied by a chemical change. Third one, transference of matters occurs during the conduction. Fourth one, electrolytic conductance increases with increase in temperature. അതായത് മെറ്റാലിക് അല്ലെങ്കിൽ ഇലക്ട്രോണിക് കണ്ടക്ടേഴ്സിനകത്ത് നടക്കുന്നത് ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫറൻസ് മൂലമാണ്. അവിടെ യാതൊരു വിധത്തിലുള്ളതായ കെമിക്കൽ ചേഞ്ചും നടക്കുന്നില്ല, ഒരു മാറ്ററിന്റെയും ട്രാൻസ്ഫറൻസ് നടക്കുന്നില്ല. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് മെറ്റാലിക് കണ്ടക്ടൻസ് കുറയുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടൻസ് എടുക്കുമ്പോൾ അത് നടക്കുന്നത് അയോൺസിന്റെ മൈഗ്രേഷൻ അല്ലെങ്കിൽ മൂവ്മെന്റ് മൂലമാണ്. അവിടെ കെമിക്കൽ ചേഞ്ച് ഉണ്ടാകുന്നു, ട്രാൻസ്ഫറൻസ് ഓഫ് മാറ്റർ ഉണ്ടാകുന്നു. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടൻസും കൂടുന്നതായിട്ട് പറയാൻ സാധിക്കും. ഇനി അടുത്തത്, ഈ മെറ്റാലിക് അല്ലെങ്കിൽ ഇലക്ട്രോണിക് കണ്ടക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ്. മൂന്ന് ഫാക്ടേഴ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒന്ന്, ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ദ മെറ്റൽ. രണ്ട്, നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് പെർ ആറ്റം. തേർഡ് വൺ, ടെമ്പറേച്ചർ. മെറ്റാലിക് കണ്ടക്ടൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന മൂന്ന് ഫാക്ടർ. ഒന്ന്, മെറ്റലിന്റെ നേച്ചറിനെ. രണ്ട്, ആറ്റത്തിലുള്ളതായ വാലൻസ് ഇലക്ട്രോണിന്റെ നമ്പറിനെ. മൂന്ന്, ടെമ്പറേച്ചറിനെയാണ് മെറ്റാലിക് അല്ലെങ്കിൽ ഇലക്ട്രോണിക് കണ്ടക്ടൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതേപോലെ ഇലക്ട്രോലൈറ്റിക് അല്ലെങ്കിൽ അയോണിക് കണ്ടക്ടൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നേച്ചർ ഓഫ് ദ ഇലക്ട്രോലൈറ്റ്. രണ്ട്, സൈസ് ഓഫ് ദി അയോൺസ്. മൂന്ന്, നേച്ചർ ഓഫ് ദ സോൾവെന്റ്സ് ആൻഡ് ദ വിസ്കോസിറ്റി ഓഫ് ദ സോൾവെന്റ് യൂസ്ഡ്. ഫോർത്ത് വൺ, കോൺസെൻട്രേഷൻ ഓഫ് ദ ഇലക്ട്രോലൈറ്റ് യൂസ്ഡ്. ഫിഫ്ത്ത് വൺ, ടെമ്പറേച്ചർ. ഒന്നാമത്തത് ഇലക്ട്രോലൈറ്റിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അയോൺസിന്റെ സൈസിനെ, സോൾവേഷൻ മൂലമുണ്ടാകുന്ന അയോൺസിന്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഈ സോൾവെന്റിന്റെ നേച്ചറിനെയും അതിന്റെ വിസ്കോസിറ്റിയെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ടെമ്പറേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറയാനായിട്ട് സാധിക്കും. ഇത്രയുമാണ് കണ്ടക്ടേഴ്സിനെ കുറിച്ച് നമുക്ക് പറയാനായിട്ടുള്ളത്. Next we have to discuss about conductance. Conductance means it is the reciprocal of resistance. Conductance is represented by the letter capital G. Capital G is equal to 1 by R. Unit is ohm inverse or Siemens. അപ്പോൾ എന്താണ് കണ്ടക്ടൻസ്? റെസിസ്റ്റൻസിന്റെ ഇൻവേഴ്സിന് 1 by റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസിനെ പറയുന്ന പേരാണ് കണ്ടക്ടൻസ്. അതായത് G is equal to 1 by R. G ആണ് കണ്ടക്ടൻസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം റൈസ് ടു -1 എന്ന് പറയാനായിട്ട് സാധിക്കും. രണ്ടാമത് പറയുന്നത് റെസിസ്റ്റൻസ് എന്താണെന്നാണ്. റെസിസ്റ്റൻസ് മീൻസ് ഒബ്സ്ട്രക്ഷൻ ടു ദ ഫ്ലോ ഓഫ് കറണ്ട്. കറണ്ടിന്റെ ഫ്ലോയെ തടസ്സപ്പെടുത്തുന്നത് എന്തോ അതിനെ റെസിസ്റ്റൻസ് എന്ന് പറയാൻ സാധിക്കും. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ R ആണ്. അപ്പോ റെസിസ്റ്റൻസ് capital R is equal to is directly proportional to length and inversely proportional to area of cross section. So R is equal to rho into L by A.
Rho is called specific resistance or resistivity എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ കറണ്ടിന്റെ ഫ്ലോയെ തടസ്സപ്പെടുത്തുന്നത് എന്തോ അതിനെ റെസിസ്റ്റൻസ് എന്ന് പറയും. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെങ്തിന് ഡയറക്ട്ലി പ്രപ്പോർഷണലും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻവേഴ്സ്ലി റിലേറ്റഡുമാണ്. അപ്പോൾ റെസിസ്റ്റൻസ് ആർ എന്ന് പറയുന്നത് റോ ഇൻറ്റു എൽ ബൈ എ എന്ന് പറയുവാനായിട്ട് സാധിക്കും. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് റെസിസ്റ്റിവിറ്റി എന്നാൽ എന്താണ്? Resistivity is, we know the proportionality constant, rho is called the resistivity of the medium എന്ന് പറയും. It is the resistance of a conductor of unit length and unit area of cross section. യൂണിറ്റ് ലെങ്തും യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉള്ളതായ ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. റെസിസ്റ്റിവിറ്റി റോ ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു എൽ ബൈ എ എന്ന് പറയാനായിട്ട് സാധിക്കും. അതിന്റെ യൂണിറ്റ് ഓം സെന്റിമീറ്റർ ആണ്. നാലാമതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് കണ്ടക്ടിവിറ്റി എന്നാൽ എന്താണെന്നാണ്. Conductivity means it is the inverse or it is the reciprocal of resistivity is called the conductivity, represented by the letter K, like letter known as called as kappa. Kappa K is equal to 1 by rho and the unit എന്ന് പറയുന്നത് ohm raised to -1 centimeter raised to -1 അല്ലെങ്കിൽ Siemens സെന്റിമീറ്റർ റൈസ് ടു -1. മീറ്ററിലാണെങ്കിൽ സീമെൻസ് പെർ മീറ്റർ എന്ന് പറയും. കാര്യം ലെങ്ത് മീറ്ററിലാണ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ മീറ്റർ സ്ക്വയറിലാണ്. അതുകൊണ്ടാണ് SM റൈസ് ടു -1 എന്ന് പറയാനായിട്ട് ഇടയായത്. അപ്പോൾ എന്താണ് കണ്ടക്ടിവിറ്റി? ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി. K is equal to 1 by rho. എന്താണ് ഇതിന്റെ യൂണിറ്റ്? ഓം റൈസ് ടു -1 സെന്റിമീറ്റർ റൈസ് ടു -1 അല്ലെങ്കിലോ സീമെൻസ് സെന്റിമീറ്റർ റൈസ് ടു -1. മീറ്ററിൽ SI സിസ്റ്റത്തിലേക്ക് വരുവാണെങ്കിൽ ലെങ്തിനെ എക്സ്പ്രസ് ചെയ്യുന്നത് മീറ്ററിലും ഏരിയ എക്സ്പ്രസ് ചെയ്യുന്ന മീറ്റർ സ്ക്വയറിലും ആയതുകൊണ്ട് സീമൻ SM റൈസ് ടു -1 എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ we will discuss molar conductivity. Molar conductivity is denoted by the letter lambda m. Lambda m is equal to K by C, that is equal to K into 1000 by m എന്ന് പറയും. Where m is the molarity. എന്താണ് molarity? Number of moles per liter. WB into 1000 divided by MB into V, അതാണ് മൊളാരിറ്റി എന്ന് പറയുന്നത്. 1 ലിറ്ററിനകത്തുള്ള നമ്പർ സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസിനെ വിളിക്കുന്ന പേരാണ് മൊളാരിറ്റി. K into 1000 by M എന്ന് പറയും. അതിന്റെ യൂണിറ്റ് എന്താണ്? സീമെൻസ് സെന്റിമീറ്റർ സ്ക്വയർ പെർ മോൾ എന്ന് പറയും. അടുത്തതാണ് ഇക്വലന്റ് കണ്ടക്ടൻസ്, നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ്. 1 gram is the conductance of 1 gram equivalent of a solution is called equivalent conductance. It is denoted by the symbol lambda EQ എന്ന് പറയാനായിട്ട് സാധിക്കും. നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ് പെർ ലിറ്റർ, അതിനെ പറയുന്ന പേരാണ് നോർമാലിറ്റി. സോ ലാംഡ ഇക്വലന്റ് ഓർ ഇക്വലന്റ് കണ്ടക്ടൻസ് ഈസ് ഈക്വൽ ടു 1000 K by N, where N is the നോർമാലിറ്റി എന്ന് പറയാൻ സാധിക്കും. K അല്ലെങ്കിൽ കാപ്പ എന്താ നമുക്ക് അറിയാൻ സാധിക്കും. ഇറ്റ് ഈസ് ദ കണ്ടക്ടിവിറ്റി. യൂണിറ്റ് SCM square equivalent raised to -1. Siemens centimeter square per gram equivalent is the unit എന്ന് പറയാനായിട്ട് സാധിക്കും. Hope you understand the different types of conductance or conductivity. മനസ്സിലായി കാണും എന്നാണ് എന്റെ വിശ്വാസം. നിങ്ങൾക്ക് മനസ്സിലായി കാണും. അവസാനം നമ്മൾ പറഞ്ഞു 1000 K by N ആണ്. N എന്ന് പറയുന്നത് നോർമാലിറ്റി ആണ്. നോർമാലിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ് ആണ്. അതിന്റെ യൂണിറ്റ് സീമെൻസ് സെന്റിമീറ്റർ സ്ക്വയർ പെർ ഗ്രാം ഇക്വലന്റ് എന്നുള്ളതാണ്. Hope you understand the topic. Kindly subscribe the channel. Have a nice day.